ഹായ്, ഇപ്പം നിങ്ങൾ ഈ കണ്ടത് അയച്ചേട്ടൻ്റെ കല്യാണം കേട്ടോ. അയച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനൊന്നുമല്ല, എൻ്റെ താഴെയായിട്ടാണ് വരിക. പക്ഷെ നമ്മളങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. നമ്മുടെ സ്റ്റാഫാണ്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒക്കെ ചെയ്യണത് അയച്ചേട്ടനും ലിബിൻ ചേട്ടനുമാണ്. അപ്പോൾ നേരെ രാവിലെ പോയി കല്യാണം കൂടി. കല്യാണം പള്ളിക്കത്തോടായിരുന്നു. അയച്ചേട്ടൻ്റെ വീട് പള്ളിക്കത്തോടാട്ടോ. നമ്മളെ മാത്യു സാറിൻ്റെ വീടിൻ്റെ തൊട്ട വീടാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരുവനന്തപുരം പോകണം. തിരുവനന്തപുരത്ത് 2 സൈറ്റ് കവർ ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ഈ ഒരു വീടും കാണണം. ഈ ഒരു കല്യാണ തിരക്കിൻ്റെ ഇടയിലും അയച്ചേട്ടനും ലിബിച്ചേട്ടനും വന്നിട്ട് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ഇനി ബാക്കി പണി പെട്ടെന്ന് തീർക്കണം. അങ്ങനെ നമ്മളിന്ന് എവിടെയുള്ളത്? ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോയിൽ പറഞ്ഞ വീടാണ് കേട്ടോ അത്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ റോഡിൻ്റെ ഹൈറ്റ്. കണ്ടില്ലേ? ഇപ്പോൾ ഈ അന്ന് എടുത്തതിൽ ക്ലിയർ ആയോന്ന് അറിയില്ല. ഇതാണ് നമ്മളുടെ റോഡിൻ്റെ ഒരു ഇത് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കണ സമയത്ത് ഇപ്പോൾ ആ തറ നിൽക്കണത് വാട്ടർ ലെവലിൽ 1 അടി ഹൈറ്റിലേ ഉള്ളൂ. നിങ്ങളുടെ പോകുമ്പോൾ ഇവിടെ നോക്കി നോക്ക്. അതായത് ഇതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുകൊണ്ടേ ഈ സൈഡിൽ അമ്മക്ക് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം തറ കവറാവട്ടോ, ഭൂമിയുടെ മുകളിലേക്കുള്ള തന്നെ. ഈ കോർണറിൽ നിൽക്ക്, ഇവിടെ നിൽക്ക്, അവിടെ. അതാണ് തറയുടെ അത്. അല്ല, അവിടുന്ന് 2 അടി താഴത്തേക്ക് പോയിട്ടുണ്ട്. അത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടില്ല. ഇന്ന് 2 അടിയോളം താഴത്തേക്കും പോയിട്ടുണ്ട്. അപ്പം നിന്നേക്കാൾ ഹൈറ്റിലാണ് ഇതിൻ്റെ തറ വന്നിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ? ഇത്രയും ഹൈറ്റിൽ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. മണ്ണിപ്പോൾ ഇട്ട് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഭാവിയിൽ നമുക്കല്ലേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ചെയ്യുമ്പോൾ മണ്ണ് പുറത്തുനിന്ന് കൊടുന്ന് ഇട്ടു. ഇവിടെയൊക്കെ അതേപോലെ തന്നെ കേട്ടോ, ബാക്ക് സൈഡിൽ. കാരണം ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ വീണ്ടും കുഴിയായിട്ട് കിടക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ കെട്ടിപ്പൊക്കിയാൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റും. ആ ബാത്റൂമിൻ്റെ ഹോള് കണ്ടോ, അതന്നെ ഏകദേശം നടക്കാതിരിക്കണം. അതൊക്കെ മൂടി പോകാനുള്ളത് മണ്ണിൽ. അപ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണിടണം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, അണക്ക് ഇവിടെ നിന്നാൽ ജനലുമ തൊടാൻ പറ്റില്ല. പറ്റുമോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ, കള്ളന്മാരിതൊന്നും വീടിൻ്റെ ഉള്ളിൽ കയറൂല. ഇത്ര ഹൈറ്റിൽ തറ കെട്ടണത് നല്ലതാണ്. കുഴിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചുമരിൻ്റെ വർക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ സെപ്റ്റി ടാങ്ക് ഇപ്പോൾ കുഴിക്കാനുള്ള കാരണം ഈ മണ്ണും കൂടി ഇതിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ അടിച്ചത്. കാരണം മണ്ണിൻ്റെ ഒരു ഷോർട്ടേജും അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ പിള്ളേർ ഇവിടെ ശ്രീനി പിള്ളേരുമാണ് ഉള്ളത്. വരുന്നുണ്ട് മുതലാളി. അപ്പം ഇനി ഫ്രണ്ടിലെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ കിണറും തന്നെ കേട്ടോ. കിണർ ഭയങ്കര സംഭവമാണ്. കാണുമ്പോൾ തന്നെ പേടിയാവും. ജമ്മോ ഇതിൻ്റെ ആഴം കാണുമ്പോളേ പേടിയാവുന്നുണ്ട്. ഇപ്പോൾ 2 റൂമുള്ള വീട്. ഏകദേശം ഇതാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം, അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഇത്രയാണ് നമ്മളെ ഈ വീട്ടിൽ വരുന്നത്. ഇപ്പോൾ ചുമരൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ജിപ്സം പുട്ടി ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൈമർ അടിച്ചാൽ തന്നെ മതി ശരിക്ക്. ഈ മിഡിലായിട്ട് ഒരു ബാത്റൂമും പിന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് വരും. ഹാൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, വലിയ ഹാളാണ്. ഈ കാണുന്ന സ്പേസാണ് ഹാള്. കിച്ചണിൻ്റെ ഒരു ചുമര് മാത്രമേ ഇനി അവിടെ വരാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ടും. അത്രയാണ് നമ്മൾ ഈ ഒരു വീട്. ഏകദേശം തീർക്കേണ്ട ആൾ ഇവരൊക്കെയാണ്. ഇവരിപ്പോൾ അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തീരുന്നാണ് ഞാൻ വിചാരിക്കണത്. ഇപ്പോൾ ഇവർ വിചാരിച്ചാലേ ഉള്ളൂ തീർക്കാൻ പറ്റുക. എന്താ, ഒരാഴ്ച പോരെ? ഷക്കീൽ പോവുകയാണ്. ഷക്കീൽ പോകുന്നതിൻ്റെ മുന്നേ തീർക്കണത്. അങ്ങനെ ഈ തിരുവനന്തപുരത്ത് സൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത് തിരുവനന്തപുരത്ത് സൈറ്റിലേക്ക് വിട്ടിട്ടോ. ഇത് കണ്ടുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാതെ എവിടെ സ്ഥലം എന്ന്. ഓടി ഇവിടെ എത്തിയപ്പോഴേക്ക് രാവിലെ 3:30 മണിയായി. എന്നാൽ പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊന്ന് പോകാറുണ്ട് അമ്മ. രണ്ടാൾക്കും ഭക്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളിലൊന്നും കയറേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കറങ്ങി നേരെ ഉറക്കം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചാർജിലിട്ട് വണ്ടി. ചാർജിലിട്ട് ചെറിയ ഒരു 1 മണിക്കൂറത്തെ ഉറക്കം. അത് കഴിഞ്ഞ് നേരെ 6 മണിക്ക് നമ്മളെ തിരുവനന്തപുരം പേട്ടയിലുള്ള പ്ലിന്ത് റെഡിയായി കിടക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ. ഈ ഒരു പ്ലിന്ത് ജയരാജൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ചെയ്യണത്. ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ആൾക്കാർ വളരെ ഷോർട്ടാണ്. ഈ ഒരു പ്ലിന്ത് അടിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാലോ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയാണ്. കാരണം ഇത് നോർമലായിട്ട് ആൾക്കാർ അടിക്കുന്ന പ്ലിന്താണ്.
മരമെല്ലാം വെച്ചിട്ട് നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് അടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്നല്ല ഉണ്ടായിരിക്കുക. അതിന് തന്നെ ഒരുപാട് എക്സ്പെൻസും ആയിട്ടോ. കാരണം ഈ കണ്ട മരങ്ങളെല്ലാം മേടിച്ച് അവിടുന്ന് ലോക്കലി മേടിക്കേണ്ടി വന്നു. ഈ ഒരു ഇലക്ഷൻ ഞങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു മറ്റന്നാൾ വിഷുവാണ്, വിഷുവിന് എന്തായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം നാളെ ഞങ്ങൾ വീണ്ടും കാന്തല്ലൂർ മൂന്നാർ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇപ്പം ഇന്നൊന്ന് കോട്ടയം പോയി കടന്നിറങ്ങും. അത് കഴിഞ്ഞാൽ നേരെ രാവിലെ നീക്കുക മൂന്നാർ പോയി കഴിഞ്ഞാൽ കാന്തല്ലൂർ, അത് കഴിഞ്ഞാൽ കട്ടപ്പന. വിഷൊന്നും കൂടാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട്. അച്ഛനെന്ന് വിഷു കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അഡ്മിറ്റാക്കി, ഇപ്രാവശ്യം ഏകദേശം അഡ്മിറ്റാക്കുന്നതാണ് തോന്നുന്നത്. അഡ്മിറ്റായി കഴിഞ്ഞാൽ ഇന്ത്യ അമ്മൂൻ്റെ പണികൾ കംപ്ലീറ്റ് കല്ലത്താവും. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛനെ നോക്കാനും നമ്മളിപ്പോൾ ഇനി പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ മുന്നേ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു കിട്ടുന്ന പൈസ എല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ആൾ വിചാരിക്കും ഇതെല്ലാം കറക്റ്റ് ആയില്ലേ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അച്ഛന് 85 വയസ്സായിട്ടാണ് ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഞങ്ങളിൽ പൈസയിലും ഉണ്ട്. മറ്റേ പയ്യൻ കമൻറ്റ് ഇട്ട പോലെ മിണ്ടാണ്ട് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിലുണ്ടാവില്ല കേട്ടോ. ഈ ഒരു സൈറ്റിലത്തെ വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു പ്ലിന്തിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇടാച്ചിട്ടായിരുന്നു. ഇത് നമ്മളെ ജയരാജൻ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെയുള്ള ലോക്കലി ആൾക്കാരെ വിളിച്ചിട്ടാണ് ഈ ഒരു പ്ലിന്തിൻ്റെ ഫുള്ള് വർക്കും ചെയ്തത്. വിഷു ഓണമൊക്കെ നമുക്ക് എല്ലാ കൊല്ലവും വരും. പക്ഷേ വർക്ക്, അതായത് ഒരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇപ്പോൾ മാക്സിമം വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന വർക്കുകളൊക്കെ തീർക്കാൻ നോക്കുക. അത്ര ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ പണിയില്ലാണ്ടിരുന്നിട്ട് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പണിയുള്ള കാരണം കൊണ്ട് പൈസയുടെ കാര്യത്തിൽ ടെൻഷനില്ല. നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാനും ആളെ കിട്ടും കേട്ടോ.